ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. വീണ്ടും നമുക്കൊരുമിച്ച് കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം അരുമനാഥൻ തന്നതിന് ഓർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. കഴിഞ്ഞ ഓരോ സമയവും ഓരോ നാളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പൗലോസിൻ്റെ സുവിശേഷ വേലയെക്കുറിച്ചുള്ളതായ സംഭവ ബഹുലമായ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണും, കേട്ട് കാണും. ശൗല് ദമസ്കോസിലായിരുന്നു. ദമസ്കോസിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ തന്നാലാവുന്ന കാര്യങ്ങളൊക്കെ അവിടുന്ന് ചെയ്തതിന് ശേഷം ചില സഹോദരന്മാരുടെ കൂട്ടുകെട്ടുകൾ അറിഞ്ഞ് ചില ശിഷ്യന്മാർ മുഖാന്തരം അവിടെ നിന്ന് തർസോസിലേക്ക് പോകുന്ന ഒരു സംഭവമാണ് നമ്മൾ പറഞ്ഞ് അവസാനിച്ചത്. എന്നാൽ ഇന്ന് വീണ്ടും ആ അവസാനിച്ച ഭാഗം വീണ്ടും നമ്മൾ ആരംഭിക്കുകയാണ്. നമുക്കൊരു വചനം വായിച്ച് നമുക്കിവിടെ ആരംഭിക്കാം. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 30-ാം വാക്യം നാം വായിക്കുമ്പോൾ, സഹോദരന്മാർ അതറിഞ്ഞ് അവനെ കൈസരിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് തർസോസിലേക്ക് അയച്ചു. സ്തോത്രം. ഇപ്പോൾ പൗലോസ് കൈസരിലൂടെ നേരെ പോകുന്നത് തർസോസിൽ താൻ ജനിച്ചു വളർന്ന തൻ്റെ സ്വന്തം സ്ഥലത്തേക്ക് പോവുകയാണ്. ഒത്തിരി നാളുകളായി സ്വന്തം പട്ടണം ചെന്ന് പോയെന്ന് കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചതാണ്. ദൈവമക്കളെ പൂർണ്ണമായി നിഗ്രഹിച്ച് തൻ്റെ മത നേതാക്കന്മാരുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് അവിടെ നിന്ന് വലിയൊരു സ്വീകരണവും ഉന്നതമായ ഒരു പദവിയും ലഭിക്കും എന്ന് കണ്ടുകൊണ്ട് തൻ്റെ മതവാദികളും മത നേതാക്കന്മാരുടെ ആലോചനകളും തീരുമാനപ്രകാരം റോമ ഗവൺമെൻറ്റിൻ്റെ ഉന്നത അധികാര പത്രവും വാങ്ങി ഇറങ്ങിത്തിരിച്ചതായ ശൗല് ദമസ്കോസ് എന്ന പടിവാതിൽക്കൽ യേശുക്രിസ്തുവിൻ്റെ ശക്തിയേറിയ പ്രകാശത്താൽ വീണ് കണ്ണുകൾ രണ്ടും കുരുടായി അവിടെ വച്ച് യേശുക്രിസ്തുവിൻ്റെ ദിവ്യ രൂപം കാണുവാനും യേശുക്രിസ്തുവിൻ്റെ ശക്തിയേറിയ വചനങ്ങൾ കേൾക്കുവാനും ഇടയായി. പിന്നെ ചില വർഷങ്ങളായി സ്വന്തം നാട് കാണുവാൻ കഴിയാതെ പോയത്. എന്നാൽ ചില പീഡനങ്ങൾ നിമിത്തം യെരുശലേമിൽ നിന്ന് കൈസരിൽ നിന്നും അല്ലെങ്കിൽ കൈസർ വഴിയായി തർസോസിലേക്ക് പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 9-30 നമ്മൾ വായിച്ചു. എന്നാൽ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അല്ലെങ്കിൽ പൗലോസിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഗലാത്യ ലേഖനം എൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 24 വരെ നമ്മൾ വായിക്കുമ്പോൾ, പിന്നെ ഞാൻ, പൗലോസ് തന്നെ പറയുകയാണ്, പിന്നെ ഞാൻ സുറിയ കിലിക്കിയ ദിക്കുകളിലേക്ക് പോയി. 22-ാം വാക്യം വായിക്കുമ്പോൾ, യഹൂദിയയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയം ഇല്ലാത്തവൻ ആയിരുന്നു. സ്തോത്രം. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി എഴുതിയായ ലൂക്കോസ് പറഞ്ഞിരിക്കുന്നത് അവൻ തർസിസിലേക്ക് പോയി എന്നുള്ളതാണ്. എന്നാൽ ഗലാത്യയിലെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അതിൻ്റെ 19-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ 19, 20, 21 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറൊരുത്തനെ ഞാൻ കണ്ടില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഭോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി. പിന്നെ ഞാൻ സുറിയ കിലിക്കിയ ദിക്കുകളിലേക്ക് പോയി ജാതികളുടെ അടുക്കലൂടെ തൻ്റെ സുവിശേഷമായി തർസോസിലേക്ക് വരികയാണ്.
അപ്പോൾ മറ്റൊരു കാര്യം ചിന്തിക്കണം. ആദ്യം തർസോസിലേക്കല്ല പോയത്, പകരം നാം ഇവിടെ വായിച്ചതുപോലെ അതിൻ്റെ സുറിയ, കിലിക്കിയ ദിക്കുകളിലേക്ക് ജാതികൾ ചിതറി തിങ്ങി പാർക്കുന്ന ഇടങ്ങളിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമായി കടന്നു പോയിരിക്കുകയാണ്. അപ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, പൗലോസിൻ്റെ കപ്പൽ സോർ, സീദോൻ, സെലൂക്യ എന്നീ തുറമുഖങ്ങൾ സന്ദർശിച്ചെന്ന് വരാം. കാരണം കൊരിന്ത്യരുടെ ലേഖനം നാം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ, സ്തോത്രം, ദൈവവചനം നമ്മൾ ചിന്തിക്കുമ്പോൾ, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 11-ാം അധ്യായം 26-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു എന്ന് പറയുന്നു. ഈ പറയുവാനുള്ളതായ സംഭവം ഗലാത്യരുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ സുറിയ, കിലിക്കിയ ദിക്കുകളിലേക്ക് പോയ സമയത്ത് ഉണ്ടായതായ അപകടങ്ങളെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അതിൽ ഒന്ന് എന്ന് പറഞ്ഞത് 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട് എന്ന് പറഞ്ഞായ കാര്യം ഈ അവസരത്തിലാണ് സംഭവിച്ചത്. ശൗൽ തർസോസിലെത്തിയ നസ്രായ മതത്തെ പൂർണ്ണമായി തച്ചുടച്ച് പിതൃപാരമ്പര്യം അരക്കിട്ട് ഉറപ്പിച്ച് ജയസ്ത്രീലനായി തൻ്റെ ദേശത്ത് ചെന്നതിന് ശേഷം അവരിൽ നിന്ന് വലിയ ഒരു സ്വീകരണം ലഭിക്കുമെന്ന് കണ്ടുകൊണ്ട് അവൻ യാത്രയായ ഈ തർസോസിൽ പക്ഷേ അവന് വലിയൊരു പരാജയത്തോടു കൂടെയാണ് അവിടെ എത്തിച്ചേരുന്നത്. അവൻ്റെ ആ വലിയ നേട്ടം, അവൻ്റെ പിതൃപാരമ്പര്യം, അതുമാത്രമല്ല അവൻ്റെ ജീവിതവും അവൻ്റെ ജീവിത പശ്ചാത്തലവും എല്ലാം തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് അവൻ്റെ തർസീസ് യാത്ര. പ്രിയ ദൈവമക്കളെ, നമുക്ക് പലതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കാം. ചിലപ്പോൾ നമ്മുടെ സാഹചര്യം നഷ്ടപ്പെട്ടിരിക്കാം, നമ്മുടെ കൂട്ടുകാർ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഉദ്യോഗം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കാം, നമുക്ക് അനുകൂലമായിരിക്കുന്ന എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കാം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എനിക്ക് ലാഭമായിരിക്കുന്ന ഒക്കെയും ഛേദമെന്ന് എണ്ണുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ അംഗീകരിക്കുമ്പോൾ ഭൗതികമായതെല്ലാം നമുക്ക് നഷ്ടപ്പെടാം. പകരം ആത്മീകമായത് രക്ഷയ്ക്ക് അനുഭവമായിരിക്കുന്ന രീതിയിൽ നമുക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. മാത്രമല്ല, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം വേദപുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലം അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. സ്തോത്രം. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളും. 1 പത്രോസ് 5-7 വാക്യമാണ്. ഈ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം യേശുവിനെ അറിയുന്ന ഒരു ദൈവത്തിന് സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവസ്നേഹമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഞാൻ കഴിഞ്ഞ ഒരു സമയം കൂടെ പറയുണ്ടായി, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നിങ്ങളുടെ സകലവും ഒരുപക്ഷെ നഷ്ടപ്പെട്ടിരിക്കാം. പൗലോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അത് തന്നെയാണ്. ഉന്നതമാർന്ന ഒരു ഉദ്യോഗം, ഉന്നതമാർന്ന ഒരു പ്രശസ്തി, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു സ്ഥാനം, മാനം, ഇതെല്ലാം നഷ്ടപ്പെട്ട് പൗലോസ് ഇപ്പോൾ വന്നിരിക്കുന്നത് തർസോസ് സ്വന്തം നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. പ്രശ്നദുരിതമായ ഒരവസ്ഥയിലാണെങ്കിലും തൻ്റെ സ്വന്തം ദേശത്ത് തൻ്റെ മതക്കാരുടെ ഇടയിൽ താൻ സുവിശേഷം പ്രസംഗിക്കുവാൻ തുടങ്ങി. സ്തോത്രം. ഒരിക്കൽ കർത്താവ് യേശു ഇങ്ങനെ പറഞ്ഞു,
ഒരു ദാസനോ പ്രവാചകനോ സ്വന്തം നാട്ടിൽ അവൻ ഒരിക്കലും സമ്മതനല്ല. പക്ഷേ ഇവിടെ സമ്മതനല്ലാത്ത ഒരു വിഷയത്തിൽ ആണുവെങ്കിലും ശക്തനായ ഒരു പോരാളിയായിട്ട് തർസോസ് നിന്ന് ഇറങ്ങിത്തിരിച്ച മനുഷ്യൻ ഇപ്പോൾ സ്വാഭാവികമായും യേശുക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായി ഇതാ സ്വന്തം നാട്ടിൽ വന്നിരിക്കുകയാണ്. അവിടെ വന്ന് എന്തായിരുന്നാലും ഏതു തന്നെയായിരുന്നാലും തൻ്റെ സുവിശേഷം അവിടെ നിവർത്തിക്കുവാൻ തയ്യാറായി. അതിന് 1 കൊരിന്ത്യർ 9 അധ്യായം അതിൻ്റെ 19 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രൻ എങ്കിലും അധികം പേര് നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. സ്വന്തം നാട്ടിൽ, സ്വന്തം കുലത്തിൽ തൻ്റെ പുത്രഭവനത്തെയും ചാർച്ചക്കാരെയും വേണ്ടപ്പെട്ടവരും സ്വന്തം മതക്കാരൻ ചേർക്കേണ്ടതിന് തന്നെ തന്നെ ദാസനാക്കി തന്നെ തന്നെ അടിമയാക്കുന്ന ഒരനുഭവമാണ്. വീണ്ടും അതിൻ്റെ 21 ഭാഗം നമ്മൾ വായിക്കുമ്പോൾ, യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെ ആയി. എൻ്റെ സ്വന്തം നാട്ടുകാരനെ, എൻ്റെ സ്വന്തം മതത്തിൽപ്പെട്ടവനെ ചേർക്കേണ്ടതിന് ഞാൻ അവനിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നു. ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനല്ല, എങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെയായി. ഒരു വ്യക്തി നേടേണ്ടതിന്, ഒരു വ്യക്തിയെ യേശുവിലേക്ക് ആഹ്വാനം ചെയ്തതിന് ആ വ്യക്തി എങ്ങനെയാണോ ആ വ്യക്തിയെ പോലെ ആയിത്തീരുവാൻ ശൗല് യാതൊരു മടിയുമില്ലായിരുന്നു. സ്തോത്രം. അവിടെ ഏതാണ്ട് തർസോസിൽ 4-5 കൊല്ലം അവിടെ താമസിക്കുവാനിടയായി എന്ന് തന്നെയാണ് ചരിത്രങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഈ നിത്യസത്യങ്ങൾ ആ ദേശത്തിൻ്റെ എല്ലാ ഇടത്തും, അതുപോലെ ജാതികൾ കഴിയുന്ന തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലെല്ലാം വളരെ ശക്തിയോടെ ദൈവത്തിൻ്റെ വചനം അവൻ പ്രസംഗിക്കുവാനിടയായി. സ്തോത്രം. പക്ഷേ ഞാൻ നേരത്തെ വീണ്ടും ഓർപ്പിക്കുകയാണ്, വർഷങ്ങൾ അവിടെ താമസിച്ചു. സ്വന്തം നാട്ടുകാർ തന്നെ അദ്ദേഹത്തെ കൊല്ലുവാനിടയായിത്തീരുന്ന ഒത്തിരി സംഭവങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കൊല്ലാതെ വിടുവാനുള്ള ഏക കാരണം അവിടെയുള്ള ആളുകൾ എങ്ങനെയാണോ അവരോടൊപ്പം ബുദ്ധിപരമായി മതപരമായി ഇടപെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ അവൻ സമ്പൂർണ്ണ മനസ്സാക്ഷിക്കുടമയായി തീർന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, നാം ഒരു കാര്യം ചിന്തിക്കുക. നമ്മുടെ ജീവിതയാത്രയിൽ പല പ്രതികൂലങ്ങൾ നമുക്ക് നേരിടാറുണ്ട്. ആ പ്രതികൂലങ്ങളുടെ നടുവിൽ നാം ആരായിരുന്നു എന്നുള്ള കാര്യം ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നീങ്ങുന്ന ഒരു ദൈവവൈതലിനെ കൈ താങ്ങുവാൻ അരുമനാഥനായ ദൈവം തമ്പുരാൻ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീണ്ടും ഓർപ്പിക്കുകയാണ്. 1 പത്രോസ് 5-ാം വാക്യത്തിൽ അവൻ നിങ്ങൾക്കായി കരുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. പൗലോസ് വിചാരിച്ചതും പ്രാർത്ഥിച്ചതും അതുതന്നെയാണ്. സകല ചിന്താകുലങ്ങളും, മരണത്തെ ഭയമില്ലാതെ, എതിർപ്പുകളെ ഭയമില്ലാതെ, യാതൊരു വിധമായ ഭീതികളുമില്ലാതെ അരുമനാഥനായ യേശുവിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് സകല ഭാരവും സകല പാപവും ആ കാൽവാറിൽ ക്രൂശിൽ അർപ്പിക്കപ്പെട്ട സകലകലാവല്ലഭനും പിതാവിൻ്റെ സീമന്തപുത്രനായ യേശുവിൻ്റെ കാൽപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് സ്വന്തം നാട്ടിൽ സ്വന്തക്കാരെ നേടുവാൻ, യഹൂദന്മാരെ നേടുവാൻ, ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ നേടുന്നതിന് വേണ്ടി തനിക്ക് ആരൊക്കെയാകാൻ കഴിയുമോ അതൊക്കെ ആയിത്തീർന്നതായ ഒരു വ്യക്തിയെപ്പോലെ ഇന്ന് ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക.
വളരെ വിചിത്രമായി നമുക്ക് തോന്നുകയാണ്. അങ്ങനെ ചില വർഷങ്ങൾ അവിടെ കഴിഞ്ഞുകൂടി പ്രാർത്ഥനയോടെ, കൂട്ടായ്മയോടുകൂടെ, സന്തോഷത്തോടെ അവിടെ കഴിയുവാനിടയായി. കർത്താവിൽ സകലവും ഛേദമെന്നെണ്ണിക്കൊണ്ട് വരുന്നത് വരട്ടെ, എല്ലാം യേശുവിന് വേണ്ടി മാത്രം സമർപ്പിച്ചുകൊണ്ട് ജീവിതഗാഥയുമായി ആ വിജയത്തിൻ്റെ ആ വെണ്ണിക്കൊടിയുമായി അദ്ദേഹം ഇറങ്ങുവാൻ യേശുവിൻ്റെ ശക്തിയല്ലാതെ മറ്റൊരു ശക്തിയുമില്ല. ദൈവത്തിൻ്റെ പൈതലേ, നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ പ്രശ്നങ്ങൾക്ക് അതീതമായ വിഷയം നമ്മുടെ മേലുണ്ടാകാം. എന്നാൽ തകർക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ, ആർത്തിരമ്പുന്ന തിരമാല കണക്ക് പ്രശ്നം നമ്മുടെ മേൽ വരുമ്പോൾ, സ്വന്തം നാട്ടുകാർ പോലും വെറുക്കുന്ന ഒരനുഭവം, സ്വന്തം കുടുംബത്തിലുള്ളവർ പോലും നമ്മെ വെറുക്കുമ്പോൾ, ഒരു വിജയത്തിൻ്റെ ഇതിഹാസവുമായി സ്വന്തം നാട്ടിലേക്ക് വരുന്ന ശൗലിനെ സ്വീകരിക്കുവാൻ സ്വന്തം ദേശക്കാരും മതമൗലികവാദികളും നേതാക്കന്മാരും കാത്തിരിക്കുമ്പോൾ, അവരുടെ മുമ്പിലേക്ക് വരുന്നത് വിജയത്തോടെയല്ല, ഒരു അവസ്മരണീയമായ തിരിച്ചു വരവിലൂടെ കാണപ്പെടുമ്പോൾ എന്തായിരിക്കും? എല്ലാം പിടിച്ചടക്കി, എല്ലാം നേടിക്കൊണ്ട് ഒരു മനുഷ്യൻ്റെ, ആ ദേശത്തിൻ്റെ ഏറ്റവും വലിയ വിദ്യാഭ്യാസമുള്ളവൻ, ഏറ്റവും വലിയ പരാക്രമശാലിയായ ഒരു മനുഷ്യനും വരുന്നത് നോക്കി കണ്ടുകൊണ്ട് ആ വീട്ടുകാരും നാട്ടുകാരും സുഹൃത്തുക്കളും കാത്തിരിക്കുന്ന രംഗങ്ങൾ ഓർക്കുക. പക്ഷേ അവൻ്റെ തിരിച്ചറിവ് മറ്റൊരു അവസ്മരണീയമായ യാത്രയായിരുന്നു. യേശുവിൻ്റെ സുവിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. ലോകം സൃഷ്ടിച്ച യേശുവിൻ്റെ സുവിശേഷമായി വന്നിരിക്കുന്നത്. ലോകം ഉണ്ടാക്കപ്പെട്ട ദൈവത്തെ പ്രസംഗിക്കുവാനാണ് വന്നിരിക്കുന്നത്. ലോകത്തെ ഉണ്ടാക്കപ്പെട്ട യേശുവിന് വേണ്ടി ആയിരങ്ങളെ നേടുവാനായിട്ടാണ് ഇപ്പോൾ ശൗൽ വന്നിരിക്കുന്നത്. സ്തോത്രം. ദൈവപൈതലേ, നിങ്ങൾക്ക് വേണ്ടിയാണ് യേശു ക്രൂശിക്കപ്പെട്ടത്. നിങ്ങളുടെ ഓരോ ബലഹീനതകളും യേശുവിനറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിനറിയാം. ശൗലിനെക്കുറിച്ച് അറിഞ്ഞതുപോലെ നിങ്ങളെക്കുറിച്ചും യേശുവിനറിയാം. എന്തുമായിക്കൊള്ളട്ടെ, ദൈവമാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ദൈവമാണ് നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ആ യേശുവിനോടൊപ്പം, ആ യേശുവിൻ്റെ വചനം അനുസരിച്ച് നിങ്ങൾക്ക് നടക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പൗലോസിനെ പോലെ നമുക്ക് പറയാം, ഞാൻ നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു എന്ന് ഉറക്കെ പറയുവാൻ നിങ്ങൾ എത്ര പേര് ഈ സമയം തയ്യാറാണ്? അങ്ങനെയെങ്കിൽ ശക്തനായ ഒരു ദൈവത്തിൻ്റെ ശക്തിയേറിയ കരം നിങ്ങളുടെ മേൽ തീർച്ചയായും ഉണ്ടായിരിക്കും. അതിന് യാതൊരു സംശയമില്ല. ജാതികളിടയിൽ, സ്വന്തക്കാരിടയിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, ദുഃഖങ്ങളുടെ നടുവിൽ, അവിടെ എല്ലായിടത്തും താൻ പലായനം ചെയ്യുമ്പോൾ പൗലോസ് പറയുക, ഞാൻ അതേ സ്തോത്രം 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. ആർക്ക് വേണ്ടിയാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ സ്വന്തം നാട്ടിൽ പലയിടങ്ങളിലായി തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ തനിക്ക് സംഭവിച്ചതായ കാര്യങ്ങളെക്കുറിച്ച് അതേ 2 കൊരിന്ത്യർ 11:26 രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. മരിച്ചിട്ടും മരിക്കാതെ, സ്തോത്രം, മരിച്ചിട്ടും മരിക്കാതെ ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയായി ഇന്നും പൗലോസ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. യേശുവിന് വേണ്ടി സകലവും ഉപേക്ഷിച്ചിട്ട്, സകലവും മറന്നിട്ട്, തൻ്റെ സാമ്രാജ്യത്തെ മറന്നിട്ട്, തൻ്റെ കുലബന്ധങ്ങളെ മറന്നിട്ട്, തൻ്റെതായ കുലബന്ധങ്ങളെ മാത്രമല്ല, ആ ഭാഷക്കാരെ മറന്നിട്ടുമല്ല, അവൻ്റെ എല്ലാ സമ്പ്രദായങ്ങളെയും മറന്നിട്ട് അരുമനാഥനായ യേശുവിനോടൊത്തുള്ള ജീവിതം, അതിലപ്പുറം മറ്റൊന്നുമില്ല എന്ന് കണ്ടുകൊണ്ട് തർസീസിൻ്റെ ആ എല്ലാ ദേശങ്ങളിലും ജാതികളായി കഴിയുന്നവരും, അത് മതങ്ങളായി കഴിയുന്നവരും, സകലരുടെ ഇടയിലും തൻ്റെ സുവിശേഷ ദൗത്യമായി അദ്ദേഹം കടന്നുപോയി
എന്നുള്ളത് യാതൊരു സംശയമില്ല. ചില നാളുകൾ, ചില പ്രയാസങ്ങളും പ്രതികൂലങ്ങളും അവിടെ ഉണ്ടായി. നമുക്ക് വായിക്കാം. അതിൻ്റെ വീണ്ടും എൻ്റെ 11-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ അതിന് 24, 25 വാക്യങ്ങൾ വായിക്കാം. അതിൻ്റെ 24 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായം 24 നമ്മൾ വായിക്കുമ്പോൾ, അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്തിലും നിറഞ്ഞവനായിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഭയങ്കരമായ അത്ഭുതത്തിലൂടെ ശൗലിനെ ദൈവം മാറ്റിയെടുക്കുകയാണ്. അതിമനോഹരമായ ആ നല്ല നാളുകൾക്ക് വേണ്ടി സ്വർഗീയ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ അകമ്പടിയോടുകൂടെ പൗലോസിനെ ആ തർസീസിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ദൈവം നടത്തി. നടക്കുവാൻ മനസ്സുണ്ടായി. പ്രിയ ദൈവമക്കളെ, നമുക്കും അപ്രകാരം നടക്കുവാനും പ്രവർത്തിക്കാനും മനസ്സുണ്ടുമെങ്കിൽ നമ്മളെ താങ്ങുവാനുള്ള ഒരു വലിയ കരം കർത്താവിനുണ്ട്. അവൻ തീർച്ചയായും നമ്മെ നടത്തും. അവൻ പോയ വഴിയിലും അവൻ ഇറങ്ങി തിരിച്ച എല്ലായിടങ്ങളിലും സ്വർഗത്തിലെ നാഥൻ നടത്തിയെങ്കിൽ നിങ്ങളെ നടത്തുവാൻ ദൈവം തയ്യാറാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ശക്തനായ ശൗല് ഇനി എങ്ങോട്ട് എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ തൻ്റെ വാതിൽക്കൽ നിന്ന് ഒരു മുട്ട് കേൾക്കുകയാണ്. ആ മുട്ട് കേൾക്കുന്ന ചെവിയോർത്ത് കാതോർത്ത് കഴിയുന്ന പൗലോസിൻ്റെ ഇനിയുള്ള യാത്ര എങ്ങോട്ടാണ് എന്ന് അടുത്ത എപ്പിസോഡിൽ ശ്രമിക്കാം. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, കേട്ടുകൊണ്ട് തൻ്റെ മക്കൾക്കായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സന്നിഹിതരായിരിക്കുന്ന എൻ്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. വിശുദ്ധനായ ദൈവം വിശുദ്ധിയുള്ളവരെ തേടുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ശൗലിനെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. ചാതിരിടയിൽ, സ്വന്തക്കാരുടെയിൽ, സ്വന്തം നാട്ടിൽ, തൻ്റെ പിതൃഭവനത്തിൽ സുവിശേഷം അറിയിക്കുവാൻ തന്നെ ആവോളം ചെയ്തതുപോലെ ഈ കേൾവിക്കാരായ എൻ്റെ മക്കൾക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. അവരുടെ ആഗ്രഹങ്ങൾ പൂവണിയുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന അവിടെ നിന്ന് കേട്ടതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ യാചന കേൾക്കണം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ആമേൻ.